നമസ്കാരം. വാസ്തുശാസ്ത്രം എപ്പിസോഡിലേക്ക് ഇന്ന് നിങ്ങൾക്കേവർക്കും വളരെയേറെ പ്രയോജനകരമായിരിക്കാവുന്ന ഒരു അറിവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം വീഡിയോ കാണുക. ഞാൻ ഈ വീഡിയോക്ക് ഒരു 200 പേർ കാണുമെങ്കിൽ 100 ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് ജീവസൂത്രം അല്ലെങ്കിൽ മധ്യസൂത്രം എന്ന് പറഞ്ഞൊരു വായു പ്രവാഹവുമായി ഒരു കെട്ടിടത്തിനകത്തിലേക്ക് വായു കയറാനും അത് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്ന ഒരു സംവിധാനം എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ളതാണ്. നമുക്ക് ഒരു കെട്ടിടം നോർത്ത് സൗത്ത്, ഇത് തെക്കും, ഇത് വടക്കും, ഇത് കിഴക്കും, ഇത് പടിഞ്ഞാറും ആണെന്നിരിക്കട്ടെ. കിഴക്ക് ദർശനമോ വടക്ക് ദർശനമോ കിഴക്ക് ദർശനമോ പടിഞ്ഞാറ് ദർശനമോ ആയ വീടിൻ്റെ ഈ രണ്ട് മധ്യഭാഗത്തിൽ നിന്നും ഒരു സൂത്രം കടന്നു പോകുന്നു എന്ന സങ്കല്പം, അത് ഗ്രഹമധ്യസൂത്രം എന്ന് പറയും. വടക്ക് ദർശനമോ തെക്ക് ദർശനമോ ആയ വീടിൻ്റെ ഇങ്ങനെ ഒരു സൂത്രം കടന്നു പോകുന്നു അതിൻ്റെ നടുമധ്യത്തിലൂടെ എന്ന സങ്കല്പം. അപ്പോൾ ആ ഭാഗം ഒഴിഞ്ഞു കിടക്കണം. പക്ഷെ മൊത്തം ഒഴിച്ചിടാൻ പറ്റൂലല്ലോ. എവിടെ കൂടെയാണ് ഈ സൂത്രം കടന്നു പോവുക? അപ്പോൾ ചിലരെങ്കിലും എയർ ഹോള്, കെട്ടിടത്തിൻ്റെ എയർ ഹോള് മൊത്തത്തിൽ വച്ചിട്ട് അങ്ങനെ കടത്തിവിടുന്ന സമ്പ്രദായമുണ്ട്. അത് ശരിയാകുമോ? വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് ഗ്രഹമധ്യസൂത്രം ഏത് ഭാഗത്ത് ക്രമീകരിക്കണം എന്നതിനെക്കുറിച്ച് നോക്കൂ. ഇത് കെട്ടിടത്തിൻ്റെ പേസ്മെന്റ്, ഇത് പടിഞ്ഞാറോ കിഴക്കോ ദർശനമായ വീടിൻ്റെ ഒരു പടിഞ്ഞാറ് ദർശനം തന്നെ എന്നിരിക്കട്ടെ. ഇത് പേസ്മെന്റ്, ഇത് ചുമര്. ഇവിടെ സൂത്രം എവിടെയാണ് ക്രമീകരിക്കേണ്ടത്? ഇതിൻ്റെ മധ്യഭാഗം എടുക്കുക. മധ്യഭാഗം ഈ പേസ്മെന്റ് തറയിൽ നിന്നും ഒരു രേഖ സങ്കല്പിക്കുക. അപ്പോൾ മുകൾ ചുമരിൻ്റെയും താഴത്തെ ചുമരിൻ്റെയും നടുമധ്യം എടുക്കുക. അത് നമുക്ക് അളക്കുമ്പോൾ അളന്നതിൻ്റെ നടുമധ്യം എടുക്കുക. അതൊന്നും പണി തീർന്നില്ല. ഈ മുകൾ ചുമരിൻ്റെയും പേസ്മെന്റിൻ്റെയും താഴെ തറ വരെയുള്ള അളവെടുക്കുക. ഇതിൻ്റെ നടുമധ്യം എടുക്കുക. ഏകദേശം ഇവിടെ വരും. അപ്പോൾ ഈ ഭാഗമാണ് സൂത്രം കടന്നു പോകേണ്ടത്, വായു പ്രവാഹം നൽകേണ്ടത്. പക്ഷെ നമുക്കിവിടെ വീട്ടിൽ ഹോളിട്ടൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ വഴി? ഈ ഭാഗത്ത് ജനലോ വാതിലോ വച്ച് മറ്റേ അറ്റത്തെ ചുമര് വരെ അത് ഘടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പോംവഴി. ഈ പടിഞ്ഞാറും കിഴക്കൻ ദർശനത്തിന് ഇത് നോക്കണ്ട. തിരിച്ച് വടക്കോ തെക്കോ ആണെങ്കിലും ഈ സിസ്റ്റം സ്വീകരിക്കുക. നമുക്ക് ഇത് ഫ്രണ്ടില് ജനലോ വാതിലോ വച്ച് അവിടെ ഒരു വായു പ്രവാഹം ഉണ്ടാക്കി തൊട്ട് അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഹോളായിരിക്കാം, ഹോളിൻ്റെ അപ്പുറം കിച്ചണായിരിക്കാം. അവിടെ വേണമെങ്കിൽ നമുക്ക് ജനലിന് പകരം ഒരു ഹോൾ ഇടുകയും അവിടെ ഒരു ഫ്ലവർ ഫേസ് വെക്കുകയൊക്കെ ചെയ്യാം. എങ്ങനെ വേണോ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തത്വം ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വാസ്തുശാസ്ത്രത്തിലെ പുത്തൻ അറിവുകളുമായി, നവീനമായ പ്രായോഗിക തലത്തിലുള്ള അറിവുകളുമായി വീനസ് യൂട്യൂബ് ചാനലിലൂടെ ഞാൻ വീണ്ടും വരുന്നതാണ്. നന്ദി.